ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ BOQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ BOQ എന്താണെന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം വീട്ടിലേക്ക് സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഗ്രോസറി ലിസ്റ്റ് ഇടും അല്ലേ? ഗ്രോസറി ലിസ്റ്റ് എങ്ങനെയാണ് ഇടുക? സീരിയൽ നമ്പർ, ഐറ്റം, ദെൻ ഓരോ ഐറ്റത്തിനും ഓരോ യൂണിറ്റ് ആയിരിക്കും. നമ്മളിപ്പം അരി വാങ്ങുന്നത് കിലോയിലായിരിക്കും, എണ്ണ വാങ്ങുന്നത് ലിറ്ററിലായിരിക്കും. അപ്പം കിലോഗ്രാം അല്ലെങ്കിൽ ലിറ്റർ എന്ന് പറയുന്നത് ഓരോ ഐറ്റം വാങ്ങുന്നതിൻ്റെ യൂണിറ്റാണ്. സോ ഇത് നമ്മൾ വാങ്ങുമ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. ദെൻ നമ്മളൊരു ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട് ഗ്രോസറി ഷോപ്പ് ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? യൂണിറ്റ് പ്രൈസ് ഇടും അല്ലേ? 1 കിലോ അരിക്ക് എത്ര, 1 ലിറ്റർ എണ്ണയ്ക്ക് എത്ര എന്നുള്ളത് ഇടും. ദെൻ ടോട്ടൽ എമൗണ്ട് ചെയ്യും. ഇതേ സംഭവം ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. അതേ സംഭവം നമ്മൾ കൺസ്ട്രക്ഷനിൽ ഓരോ ആക്ടിവിറ്റീസ്, ഓരോ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്ടറിൻ്റെ അടുത്ത് പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ BOQ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് BOQൻ്റെ ഒരു ഫോർമാറ്റ്, എങ്ങനെയാണ് ഒരു BOQ വരാമെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ സെക്ഷൻസ് വരുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ സെക്ഷനിലും നമുക്ക് കവറിങ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഏത് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനൊരു പ്രൊഫഷണലിസം വേണം. പ്രൊഫഷണലിസം വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളുടെ കമ്പനി ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. POMI റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ BOQസും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ BOQ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഷീറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ കവർ പേജ് ഉണ്ട്, ദെൻ പ്രീആമ്പിൾസ് ഉണ്ട്, ദെൻ സെക്ഷൻ A പ്രിലിമിനറീസ് ഉണ്ട്, സെക്ഷൻ D മേസൺറി വർക്ക് ഉണ്ട്, സെക്ഷൻ E മെറ്റൽ വർക്ക്സ് ഉണ്ട്, സെക്ഷൻ F വുഡ് വർക്ക്സ് ഉണ്ട്, സെക്ഷൻ G മോയ്സ്ചർ വർക്ക് ഉണ്ട്, സെക്ഷൻ H ഡോർസ് ആൻഡ് വിൻഡോസ് ഉണ്ട്, സെക്ഷൻ J ഫിനിഷസ് ഉണ്ട്, ഫർണിഷിംഗ് ഉണ്ട്, പ്ലംബിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ദെൻ നമുക്ക് സമ്മറി ഉണ്ട്. ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിൻ്റെ സമ്മറി നമുക്ക് ചെയ്യാനുണ്ടാവും. നമ്മളിതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഇഫ് വി ആർ ഫോളോയിങ് POMI, ഇതിൻ്റെ ഇടയിൽ വേറെ വേറെ സെക്ഷൻസ് നമുക്ക് POMIയിലുണ്ട്. ഇപ്പം സെക്ഷൻ A കഴിഞ്ഞാൽ സെക്ഷൻ B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, അങ്ങനെയാണ് വരുന്നത്. ബട്ട് നമ്മളൊരു BOQ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്പെസിഫിക്കലി ഇതൊരു വർക്കിന് വേണ്ടിയിട്ടുള്ള, ഒരു വില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള BOQ ആണ്. സോ അതിൽ നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ POMIയിൽ ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ പാക്കേജിൽ വരുന്ന സെക്ഷൻസ് മാത്രം നമ്മൾ ആഡ് ചെയ്യേണ്ടുള്ളൂ. എല്ലാ സെക്ഷൻസും നമ്മൾ എല്ലാ BOQയിലും ആഡ് ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കവറിംഗ് ലെറ്റർ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. നമ്മൾ താഴെ ഇവിടെ പ്രൊജക്റ്റിൻ്റെ പേര് മെൻഷൻ ചെയ്യും. ദെൻ പ്രീആമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആമുഖം. ഇത് നമ്മളൊരു BOQയിൽ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ BOQയിൽ നമ്മളുടേതായ കൺസിഡറേഷൻ ഉണ്ടാവും, നമ്മളുടേതായ അസംഷൻസ് ഉണ്ടാവും. നമ്മൾ ഇനീഷ്യലി നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് കോൺട്രാക്ടർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അതിൽ ഫോർ എക്സാമ്പിൾ ഇതിൽ എല്ലാ നോട്ട്സും ഇൻക്ലൂഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിപ്പെൻസ് അപ്പോൺ പ്രൊജക്റ്റ്, ഇത് ചേഞ്ച് ആവും. ഓക്കെ, അതുപോലെ എല്ലാ റൈറ്റും കൺസിഡർ ചെയ്യുമ്പം അതിൽ ലേബർ, സൂപ്പർവിഷൻ, ഓൾ അസോസിയേറ്റഡ് കോസ്റ്റിംഗ് എന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. മെറ്റീരിയൽ, ഗുഡ്സ്, കൺസ്യൂമബിൾസ്, ഓൾ അസോസിയേറ്റഡ് കോസ്റ്റ്, ഫിറ്റിങ്, ഫിക്സിങ്, ഇതിപ്പോൾ നമ്മൾ കോൺട്രാക്ടർ പ്രൈസ് ഇടുമ്പം അതിലെന്തൊക്കെ കൺസിഡറേഷൻ വേണം. അതേപോലെ തന്നെ ഡിവിഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, പ്രൈസസ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, യൂണിറ്റായിട്ട് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ദെൻ ഈവൻ പല പല കാര്യങ്ങൾ. ഓക്കെ, ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, വോളിയം എങ്ങനെയാണ് ക്യൂബിക് മീറ്ററിലാണ്, ഏരിയ സ്ക്വയർ മീറ്ററിലാണ്, ലെങ്ത്ത് ലീനിയർ മീറ്ററാണ്. സോ ഈ ഡിനോമിനേഷൻസ് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ അസംഷൻസാണ് അല്ലെങ്കിൽ നമ്മളുടെ കൺസിഡറേഷൻസാണ്.
ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺട്രാക്ടർ ഈ ഡോക്യുമെൻ്റ് നോക്കുമ്പം ഹി മേ കൺഫ്യൂസ്ഡ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീആമ്പിൾസ് ചെയ്യുന്നത്. ദെൻ ഒരു ആക്ടിവിറ്റിയിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് പ്രിലിമിനറീസ്. പ്രിലിമിനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട പ്രിലിമിനറായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു BOQയുടെ ഫോർമാറ്റ്. ഓക്കെ, ഇതിൽ പ്രൊജക്റ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്യും, സബ്ജക്റ്റ്, സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ. ഈ റെഫറൻസ് ഇമേജും ലൊക്കേഷനും ആസ് പെർ സ്റ്റാൻഡേർഡ് നമുക്ക് വേണ്ട. നമ്മളുടെ BOQ ഒന്നുകൂടി ഒന്ന് കോൺട്രാക്ടർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. ദെൻ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റീസ് വരുന്നു എന്നുള്ളത്. യൂണിറ്റ് റേറ്റ്, ഒരു യൂണിറ്റിന് വേണ്ട പ്രൈസ് എത്രയാണെന്നുള്ളത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ്. ദെൻ റിമാർക്ക്, നമുക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ അസംഷൻസ് എന്തെങ്കിലും മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമാർക്സ് ഉണ്ടാവും. ദെൻ പ്രിലിമിനറീസിൽ വരുന്ന ആക്ടിവിറ്റീസ്, സം എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. മൊബിലൈസേഷൻ വരും, മെറ്റീരിയൽ സബ്മിറ്റൽസ് വരും, പ്രൊവൈഡിങ് ഷോപ്പ് ഡ്രോയിങ് ആസ് ബിൽഡ് ഷെഡ്യൂൾ ഓഫ് വർക്ക് വരും, ടെമ്പററി കോമ്പൗണ്ട് വാൾ വരും, സൈറ്റ് ഓഫീസ് സൈറ്റ് സ്റ്റോർ വരും, സ്കഫോൾഡിങ് ഇൻക്ലൂഡിങ് അഡിക്വേറ്റ് സേഫ്റ്റി വരും, സർവേ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ, സൈറ്റ് ഇൻഷുറൻസ്, സൈറ്റ് കോർഡിനേഷൻസ്, ഓൾ സ്റ്റാറ്റ്യൂട്ടറി വർക്ക്സ്, ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ്, മീറ്റിംഗ്, ക്ലീനിങ്, സൈറ്റ് സ്റ്റാഫ് ഡിപ്ലോയ്മെൻറ്റ്. അതായത് ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിൽ വരുന്ന പ്രിലിമിനറായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് ബിൽഡിംഗ് എടുക്കുന്നതിൽ വരുന്ന കാര്യങ്ങളല്ല. ആ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂഷൻ സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെ വേണം അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഐറ്റം വൈസാണ്. ഒരു ഐറ്റം വെച്ചിട്ടാണുള്ളത്. ക്വാണ്ടിറ്റീസ്, ദെൻ കോൺട്രാക്ടർ ഇതിൽ പ്രൈസറും സമ്മ് വരും. ദെൻ അടുത്ത സെക്ഷനാണ് മേസൺറി വർക്ക്. മേസൺറി വർക്കിൽ കാണാൻ പറ്റും നമ്മളൊരു ഐറ്റം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അഗൈൻ ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ, റെഫറൻസ് ഇമേജ്, ലൊക്കേഷൻ, ക്വാണ്ടിറ്റി, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് സെയിം ഞാൻ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുകയാണ്. ഇപ്പോൾ ഒരു ഹോളോ വർക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ്റെ സീരിയൽ നമ്പർ, ഈവൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന D ആണെങ്കിൽ D1, D1-ൻ്റെ അണ്ടറിൽ D1.1, D1.2 അങ്ങനെയായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സെക്ഷൻ ഏതാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിലിപ്പം നമ്മൾ വർക്ക് അസൈൻ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്ലൈ ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് ഹോളോ ബ്ലോക്ക് വാൾ എത്രയാണ് തിക്ക്, 100 mm തിക്ക് ഫ്രം ആൻ അപ്രൂവ്ഡ് മാനുഫാക്ചർ ഇൻ സിമെൻറ്റ് മോട്ടാർ റേഷ്യോ CM 1:3, 1 cement, 3 sand, including making solid at end, corners, lintel, stiffener, column, stiffener beams, jambs and sills with the required formwork to complete raking out the joints, curing, doing independent double-legged scaffolding as per the specification, etc. At height depends and leads as directed by project in charge or client or architect to enter the work. So ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു വർക്കിൽ ഓരോ യൂണിറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. ജസ്റ്റ് ഹോളോ ബ്ലോക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് പ്രൈസ് ഇടുമ്പം ഹി മേ കൺഫ്യൂസ്ഡ്. പല രീതിയിലായിരിക്കും അത് പ്രൈസ് ഇടുക. ഇവിടെ നമുക്കൊരു റെഫറൻസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാമല്ലോ. ഹോളോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർക്ക് അറിയുന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഏതൊക്കെ ലൊക്കേഷനിലാണ് വന്നുള്ളത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോജക്റ്റിൽ ഗസ്റ്റ് ബെഡ്റൂം, ഡ്രസ് റൂം, ലിഫ്റ്റ് ലോബി, ഡ്രസ്സ്, ദെൻ ഡ്രസ്സ് ഫസ്റ്റ് ഫ്ലോർ, ലിഫ്റ്റ് ലോബി, മെയ്ഡ് റൂം, ലിഫ്റ്റ് ലോബി. ഇത് നമ്മൾ ഒരു ഈസി റെഫറൻസ് ഡ്രോയിങ്ങിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. ക്വാണ്ടിറ്റീസ് 47 മീറ്റർ സ്ക്വയർ. ദെൻ കോൺട്രാക്ടർ ഇതിലേക്ക് പ്രൈസ് ഇടും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ വർക്ക്സ്. എഗെയിൻ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ വർക്ക്സ് E.1-ൽ സപ്ലൈ ആൻഡ് ഇൻസ്റ്റാളേഷൻ ബ്രാസ് ഇൻസേർട്ട് വിത്ത് ഓൾ നെസസറി ആക്സസറീസ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഇതിൽ ഏതാണ് മെറ്റീരിയൽ എന്നുള്ളത് നമ്മൾ റെഫറൻസ് ഇമേജ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ ക്വാണ്ടിറ്റി ലീനിയർ മീറ്റർ 16 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ വുഡ് വർക്ക്സ്.
വുഡ് വർക്ക്സ് വരികയാണെങ്കിൽ എഫ് ആണ് നമ്മളുടെ സെക്ഷൻ, F 1.1. അതിൽ ഡിഫറെൻറ്റ് വുഡ് വർക്ക്സ് നമുക്കുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും.